നമസ്കാരം മക്കളെ. ഇന്ന് ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നത് +1 ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രിഫേസ് അല്ലെങ്കിൽ ആമുഖമായ ബർട്രാൻഡ് റസ്സലിൻ്റെ വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ എന്ന ഒരു പാരഗ്രാഫിനെ കുറിച്ചുള്ള ചെറിയ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ്. കുട്ടികളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ട് ടീച്ചറിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുക. ഇല്ലാത്തവർ കേട്ടാലും മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമുക്ക് പോയാലോ. വാട്ട് ഗിവ്സ് മീനിങ് ടു അവർ ലൈഫ്സ്? നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണ്? വാട്ട് ഗൈഡ്സ് അവർ ചോയ്സ് ആൻഡ് ഡ്രീംസ്? നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും നയിക്കുന്നത് എന്താണ്? ബർട്രാൻഡ് റസ്സൽ സ്പീക്സ് അബൌട്ട് 3 great passions that shaped his life in this prologue. ഈ ആമുഖത്തിൽ ബർട്രാൻഡ് റസ്സൽ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് നയിച്ച അതിതീവ്രമായ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. യു മേ തിങ്ക് അബൌട്ട് ദ വാല്യൂസ് ദാറ്റ് ഗൈഡ് യു ടു. ഇത് വായിക്കുമ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിച്ച അല്ലെങ്കിൽ നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കും ഒന്ന് ചിന്തിക്കാവുന്നതാണ്. വാട്ട് ഐ ഹാവ് ലിവ്ഡ് ഫോർ ബൈ ബർട്രാൻഡ് റസ്സൽ. 3 passions, simple but overwhelmingly strong, have governed my life. 3 അതിതീവ്രമായ ആഗ്രഹങ്ങൾ. സിമ്പിൾ ആണെന്ന് തോന്നും, നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അവയൊക്കെ ഓവർവെൽമിംഗ്ലി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ ആഗ്രഹങ്ങളായിരുന്നു. ദ ലോങ്ങിങ് ഫോർ ലവ്, സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം, സ്നേഹത്തിന് വേണ്ടിയുള്ള അതിതീവ്രമായ ആഗ്രഹം. ദ സെർച്ച് ഫോർ നോളജ്, അറിവിന് വേണ്ടിയുള്ള അവസാനിക്കാത്ത അന്വേഷണം. ആൻഡ് അൺബെയറബിൾ പിറ്റി ഫോർ ദ സഫറിങ് ഓഫ് മാൻകൈൻഡ്, വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന മനുഷ്യരാശികളോടുള്ള അൺബെയറബിൾ, സഹിക്കാനാവാത്ത ദയ. ഇവ 3 എന്നെ മുന്നോട്ട് നയിച്ചത്. These passions, like great winds, have blown me hither and thither in a wayward course over a great ocean of anguish, reaching to the very verge of despair. ഈ 3 ആഗ്രഹങ്ങൾ എന്നെ ഹിതർ ആൻഡ് ടിതർ, അവിടെയും ഇവിടെയും, ഹാവ് ബ്ലോൺ മീ, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചു. ഇന്ന വേവേർഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വഴിയറിയാത്ത, ഗതി കിട്ടാത്തത്, എങ്ങോട്ട് പോകണം എന്നറിയാത്ത, ദിക്കറിയാത്ത, അലഞ്ഞു തിരിയുന്ന എന്നൊക്കെയുള്ള അർത്ഥം. അലഞ്ഞു തിരിയുന്ന രീതിയിൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഓവർ എ ഗ്രേറ്റ് ഓഷ്യൻ ഓഫ് ആംഗ്വേഷ്, ആകാംക്ഷയുടെ കടലിന് മുകളിലൂടെ ഈ 3 ആഗ്രഹങ്ങൾ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചു. റീച്ചിങ് ടു ദ വെരി വെർജ് ഓഫ് ഡെസ്പെയർ, അത് എന്നെ നിരാശയുടെ വക്കിലെത്തിക്കുകയും ചെയ്തു. വെർജ്, വക്ക്, ഡെസ്പെയർ, നിരാശ. ഐ ഹാവ് സോട്ട് ലവ് ഫസ്റ്റ് ബിക്കോസ് ഇറ്റ് ബ്രിങ്സ് എക്സ്റ്റസി. സ്നേഹം അന്വേഷിച്ചത് എന്തെന്നാൽ അത് എനിക്ക് ഉന്മാദം തരുന്നു, അല്ലെങ്കിൽ ആനന്ദലഹരി നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നു. എക്സ്റ്റസി സോ ഗ്രേറ്റ് ദാറ്റ് ഐ വുഡ് ഓഫൻ ഹാവ് സാക്രിഫൈസ്ഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ലൈഫ് ഫോർ എ ഫ്യൂ അവേഴ്സ് ഓഫ് ദിസ് ജോയ്. എങ്ങനത്തെ ആനന്ദമാണ്! ആ ആനന്ദത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും ത്യജിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. സ്നേഹത്തിൽ നിന്നും കിട്ടുന്ന വളരെ നൈമിഷികമായ അല്ലെങ്കിൽ വളരെ നിസ്സാരമായ, എന്നാൽ അതൊരു ആനന്ദ ലഹരിയായതിനാൽ അതിനുവേണ്ടി ജീവിതത്തിൻ്റെ 3/4 ഭാഗം ത്യജിക്കാനും ഞാൻ തയ്യാറായിട്ടുണ്ട്. ഐ സോട്ട് ഇറ്റ് നെക്സ്റ്റ് ബിക്കോസ് ഇറ്റ് റിലീവ്സ് ലോൺലിനെസ്. രണ്ടാമത് അത് ആഗ്രഹിച്ചത് എന്തെന്നാൽ അത് എനിക്ക് ഏകാന്തതയിൽ നിന്നും ആശ്വാസം നൽകുന്നു. റിലീവ്സ്, ആശ്വാസം തരിക, ആശ്വാസം നൽകുന്നു. ദാറ്റ് ടെറിബിൾ ലോൺലിനെസ്, ഏകാന്തത എങ്ങനെയാണ്? ഇറ്റ് ഈസ് ടെറിബിൾ. ഏകാന്തത ഈസ് ഓൾവേസ് ടെറിബിൾ അല്ലേ? ലോൺലിനെസ് ഈസ് ടെറിബിൾ, ഭയാനകമായ ഏകാന്തത. അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത് നോക്കൂ. ഇൻ വിച്ച് വൺ ഷിവറിംഗ് കോൺഷ്യസ്നെസ്, ഏകാന്തതയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഷിവറിംഗ് കോൺഷ്യസ്, നമ്മുടെ ബോധമനസ്സ്, വിറയ്ക്കുന്ന ബോധമനസ്സ്, ലുക്സ് ഓവർ ദ റിം ഓഫ് ദ വേൾഡ്, ലോകമാകുന്ന വക്കിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ, പുറത്തേക്ക് നോക്കുമ്പോൾ, ഇൻ ടു ദ കോൾഡ് അൺഫാതമബിൾ, അളക്കാനാവാത്ത, ലൈഫ്ലെസ്, ജീവനില്ലാത്ത വിറങ്ങലിച്ച ഒരു അഗാധമായ കയത്തിലേക്ക് നോക്കുന്നത് പോലെയാണ് ഒരാൾ ഏകാന്തതയിലേക്ക് നോക്കുന്നത്. ലോകമെന്ന് പറയുന്നത് ജീവൻ തുടിക്കുന്നതാണല്ലേ. വേൾഡ് ഈസ് ത്രോബിംഗ് വിത്ത് ലൈഫ്, ലോകം മുഴുവൻ ജീവൻ കൊണ്ട് തുടിക്കുന്നത്. എന്നാൽ ഈ ജീവന്റെ തുടിപ്പുകളിൽ നിന്നും ഏകാന്തതയിലേക്ക് അദ്ദേഹം നോക്കുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നത്? തണുത്ത് വൃങ്ങലിച്ച ഒരു ജീവനില്ലാത്ത ഒരു കയം, അളക്കാനാവാത്ത കയത്തിലേക്ക് നോക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരുന്നത്.
I have sought it finally because in the union of love, I have seen in a mystic miniature the prefiguring vision of heaven that saints and poets have imagined. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവസാനമായി സ്നേഹം ആഗ്രഹിച്ചത് എന്തെന്നാൽ കവികളും സന്യാസികളും ഒക്കെ വാഴ്ത്തി പാടിയ സ്വർഗതുല്യമായ അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ ഒരു മിനിയേച്ചർ മിസ്റ്റിക്, ഒരു ചെറിയ നിഗൂഢത എനിക്ക് സ്നേഹത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കാനുള്ള കാരണം. ദ പ്രീഫിഗറിംഗ് വിഷൻ ഓഫ് ഹെവൻ, സ്വർഗം എന്ന് പറയുന്നതിൻ്റെ ഒരു മുൻപേ കാണാൻ പറ്റുന്ന മുൻദൃശ്യം, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ മുന്നേ കാണാൻ കഴിയുന്ന വിഷൻ, കാഴ്ച ഓഫ് ഹെവൻ ദാറ്റ് സെയിൻസ് ആൻഡ് പോറ്റ്സ് ഹാവ് ഇമാജിൻഡ്. സന്യാസികളും കവികളും ഒക്കെ വർണ്ണിച്ചിട്ടുള്ള ആ സ്വർഗതുല്യമായ സ്നേഹത്തിൻ്റെ നിഗൂഢ തലങ്ങളിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതാണ് സ്നേഹം അന്വേഷിക്കാനുള്ള കാരണം. ദിസ് ഈസ് വാട്ട് ഐ സോട്ട്, അതാണ് ഞാൻ അന്വേഷിച്ചത്. ആൻഡ് ദോ ഇറ്റ് മൈറ്റ് സീം ടു ഗുഡ് ഫോർ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിന് ഇത് വളരെ അല്പം കൂടുതൽ നന്മയായി തോന്നുമെങ്കിലും, കാരണം ഇന്നത്തെ കാലത്ത് നന്മ അല്ലെ ഗുഡ് എന്ന് പറയുന്ന ആ ഒരു വെർച്യു കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. ഇറ്റ് ഈസ് ടു ഗുഡ് ഫോർ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിൽ. ദിസ് ഈസ് വാട്ട് അറ്റ് ലാസ്റ്റ് ഐ ഹവ് ഫൗണ്ട്, അത് ഞാൻ അവസാനം കണ്ടെത്തുകയും ചെയ്തു. വിത്ത് ഈക്വൽ പാഷൻ ഐ ഹാവ് സോട്ട് നോളജ്, അതേ തീവ്രതയോടുകൂടി തന്നെ ഞാൻ അറിവിനെയും അന്വേഷിച്ചു. ഐ ഹാവ് വിഷ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹാർട്ട്സ് ഓഫ് പീപ്പിൾ, മനുഷ്യരുടെ ഹൃദയങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. ഐ ഹാവ് വിഷ് ടു നോ വൈ സ്റ്റാർസ് ഷൈൻ, നക്ഷത്രങ്ങളൊക്കെ എന്താണ് തിളങ്ങുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. ആൻഡ് ഐ ഹാവ് ട്രൈഡ് ടു അപ്രിഹെൻഡ് ദ പൈതഗോറിയൻ പവർ ബൈ വിച്ച് നമ്പർ ഹോൾസ് വേ അബൌവ് ദ ഫ്ലക്സ്. പൈതഗോറിയൻ ഗണിതത്തിൻ്റെ ആ പവർ, ജീവിതത്തിൻ്റെ സ്പന്ദനം ഗണിതത്തിലാണ് എന്ന് പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നില്ലേ? അതുപോലെ ഫ്ലക്സ്, ഒഴുക്ക്, ജീവിതത്തിൻ്റെ ഒഴുക്കിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ഗണിതത്തിൻ്റെ പവറിനെ കുറിച്ച് അറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. എ ലിറ്റിൽ ഓഫ് ദിസ് ബട്ട് നോട്ട് ടു മച്ച് ഐ ഹാവ് അച്ചീവ്ഡ്. എ ലിറ്റിൽ, വളരെ കുറച്ച്, ഇതിൻ്റെ ഒരു കുറച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സീ ദ യൂസ് ഓഫ് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല കേട്ടോ, ലിറ്റിൽ എഴുതി വെക്കരുത്. ലിറ്റിൽ മീൻസ് നത്തിങ്, ബട്ട് എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, വളരെ കുറച്ച് അതെനിക്ക് മനസ്സിലാക്കാനും അല്ലെ കിട്ടുകയും ചെയ്തു. ലവ് ആൻഡ് നോളജ് സോ ഫാർ ആസ് ദേ വെർ പോസിബിൾ ലെഡ് അപ്വേർഡ് ടുവേർഡ്സ് ഹെവൻ. ഇങ്ങനെ സ്നേഹവും അറിവും എന്നെ സ്വർഗത്തിലേക്ക് നയിച്ചു. ബട്ട് ഓൾവേസ് പിറ്റി ബ്രോട്ട് മീ ബാക്ക് ടു ദ എർത്ത്. എന്നാൽ മനുഷ്യരാശികളോടുള്ള അവരുടെ കഷ്ടപ്പാടുകളോടുള്ള നിയന്ത്രിക്കാനാവാത്ത ആ ഒരു ദയ, കരുണ അതെന്നെ എപ്പോഴും ഭൂമിയിലേക്ക് തളച്ചിട്ടു. എക്കോസ് ഓഫ് ക്രൈസ് ഓഫ് പെയിൻ, അവസാനിക്കാത്ത നിലവിളികളുടെ അലയൊലികൾ, എക്കോ, പ്രതിധ്വനികൾ, റിവർബറേറ്റ്, എൻ്റെ ഹൃദയത്തിൽ അലയടിച്ചു, മുഴങ്ങിക്കേട്ടു. ഇൻ മൈ ഹാർട്ട് ചിൽഡ്രൻ ഇൻ ഫമൈൻ, ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികൾ, വിക്ടിംസ് ടോർച്ചേർഡ് ബൈ ഒപ്രസേഴ്സ്, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ നിലവിളികൾ, ഹെൽപ്ലെസ് ഓൾഡ് പീപ്പിൾ എ ബർഡൻ ടു ദ യങ്, ചെറുപ്പക്കാർക്ക് ബാധ്യതയായി മാറുന്ന പ്രായമായ ആൾക്കാരുടെ ഏകാന്തത, ദ ഹോൾ വേൾഡ് ഓഫ് ലോൺലിനെസ്, പോവർട്ടി ആൻഡ് പെയിൻ, ദാരിദ്ര്യവും വേദനയുടെയൊക്കെ ലോകം. മേക്ക് എ മോക്കറി ഓഫ് വാട്ട് ഹ്യൂമൻ ലൈഫ് ഷുഡ് ബി. മനുഷ്യജീവിതം എന്തായിരിക്കണമോ അതിനെയെല്ലാം കളിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പാവക്കൂത്ത് പോലെയാണ് ഇന്നത്തെ ലോകം. ഐ ലോങ് ടു അലീവിയേറ്റ് ദിസ് ഈവിൽ. ഈ തിന്മയെ കുറയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അലീവിയേറ്റ്, കുറയ്ക്കുക, ശമിപ്പിക്കുക. ബട്ട് ഐ കനോട്ട്, പക്ഷേ ഞാനൊരാൾ വിചാരിച്ചാൽ അത് സാധിക്കില്ല. ആൻഡ് ഐ ടു സഫർ, അതുകൊണ്ട് ഞാനും അവരോടൊപ്പം വേദനിക്കുന്നു. ദിസ് ഹാസ് ബീൻ മൈ ലൈഫ്, ഇതായിരുന്നു എൻ്റെ ജീവിതം. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ് വർത്ത് ലിവിങ്, അത് ജീവിക്കാൻ അർഹതപ്പെട്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് വുഡ് ഗ്ലാഡ്ലി ലിവ് ഇറ്റ് അഗെയിൻ ഇഫ് ദ ചാൻസ് വെർ ഓഫേർഡ് മീ. ഇനി ഒരിക്കൽ കൂടി ഇതേ ജീവിതം നയിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാനത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ പാഠം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത പാഠവുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.